ഹായ് ഹലോ. ആമിക്കുട്ടി കണ്ട നല്ല ഉറക്കമാണ്. സാധാരണ നേരത്തെ എഴുന്നേൽക്കുന്നതാണ്. ഗുഡ് മോർണിംഗ്. അവനെ പപ്പാച്ചിയുണ്ട്. ആമിപ്പൊന്ന് പിന്നെ ദാണ്ട് എഴുന്നേറ്റ് വന്ന് ഈ കാഴ്ച കണ്ടപ്പോഴേ ആമിപ്പൊന്നിൻ്റെ മൂടൗട്ടൊക്കെ അങ്ങ് മാറി കേട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വാരി വലിച്ച് തിന്നത്തില്ല. എന്നാലും ഒരു 2-3 കഷ്ണമൊക്കെ പുള്ളി ഇങ്ങനെ കടിച്ച് തിന്നുകയെ. ഇത് പച്ചച്ചക്കയാണ് കേട്ടോ. പക്ഷെ ആള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അത് രാവിലെ ആയാലും വൈകിട്ടായാലും രാത്രി ആയാലും ആള് ചോദിച്ചാൽ കൊടുത്തിരിക്കണല്ലോ. എൻ്റെ കള്ളിപ്പെണ്ണാണല്ലോ. കള്ളിപ്പെണ്ണേ എന്തേ ചക്ക, എന്തേ ചക്ക കാണിച്ചേ? എന്തേ രാവിലെ എഴുന്നേറ്റ് വന്ന് ചക്ക കഴിക്കുവാ കേട്ടോ. ദൈവമേ, ഇത് കണ്ടോ? ഇനി വന്നേ. അപ്പം അതാണ്ട് ആമിക്കുഞ്ഞിന് മുട്ട കൊടുക്കാൻ പോവാണ്. രാവിലെ തന്നെ ഒരു മുട്ട കൊടുക്കുവേ. ഉപ്പും ഒരു ശകലം കുരുമുളക് പൊടിയാണേ. ഇങ്ങനെ ചാലിച്ചിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ ആക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ മുക്കി കഴിക്കത്തില്ല ആള്. നല്ലതുപോലെ ഉടയ്ക്കണം. വെട്ടെ എന്തുവാ പരിപാടി? ചേട്ടൻ നിന്ന് വേണ്ടേ വയലിൻ്റെ ഒക്കെ എഴുതുക. ഇതേത് വള്ളിയാടി? അയ്യോ, ഇത് ആരിട്ട് തന്നെയാ ഈ വള്ളി എടുത്ത്? പൊന്നേ ഇങ്ങനെ നോക്കിക്കേ. പാപ്പം തരട്ടെ? ഒരു മുട്ടയും കഴിച്ചുകൊണ്ട് നടക്കും. എത്ര നേരമായി? തരട്ടെ? പാപ്പം തരട്ടെ? നോയോ? കൊള്ളാം. സർവ ആക്രി അതിനകത്തുണ്ട്. ആമീ, അപ്പനെ അപ്പന് വൻ ബിസിയാണേ. ഗംഭീര കളി നടന്നുകൊണ്ടിരിക്കുവാണേ അപ്പന്. എന്തുവാ അപ്പനെ ഇത്? അപ്പനെ ഇതെന്തുവാ? ഒരു സാധനം കൂടെ ഉണ്ടാക്കിക്കേ. എന്തു പറ്റി? അച്ചോ, ഞാൻ അറിയാതെ തട്ടിയിട്ടതാ. സോറി. പോട്ടെന്ന് പറഞ്ഞേ. പോട്ടെ പറ. ഒരു ട്രെയിൻ അമ്മയ്ക്ക് ഉണ്ടാക്കി തരുവാണോ? ഉണ്ടാക്കിത്താ കേട്ടോ. എന്തോ ഉണ്ടാക്കി തരുന്നേ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ വേണ്ട നല്ല ചക്ക വേവിച്ചതാണ്. അതുണ്ട്. പിന്നെ മറ്റേ കുഞ്ഞുമീനില്ലേ, കുഞ്ഞുമീൻ തേങ്ങാക്കറി വെച്ചതാണ്. അതുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ തിലോപ്പിയ കറിയാണേ, അതും ഉണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആമിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് വേണ്ട തൈരുണ്ട്. അപ്പം വേണ്ടേ ഞാനും ആമിക്കുഞ്ഞും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്തതിൻ്റെ ഒരു മൂശാട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മുടി കെട്ടാൻ പോവാം. മുടി കെട്ടണ്ടേ? ചുന്ദരിയാവണ്ടേ? ഇത് പേപ്പർ സോപ്പാണ്. പേപ്പർ സോപ്പ്. അതിന് പപ്പാച്ചിയായിട്ട് വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ കൈ കഴുകുവേ അല്ലേ? അതിന് പോവാണോ? എന്നാൽ കൈ കഴുകിയിട്ട് വരാം. ഈ പേപ്പർ സോപ്പ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഒരു പീസ് വല്ലോ ഒന്നിത്രാടം വല്ലോ ചിലപ്പോൾ കൊടുക്കും. ചിലപ്പോൾ അങ്ങ് വിഷയമൊക്കെ അങ്ങ് മാറ്റുവേ. പക്ഷെ ഇന്ന് വിഷയം മാറുന്ന ലക്ഷണം ഇല്ലെന്ന് തോന്നുന്നത്. അതുമല്ല, ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. അപ്പം അതും ഒരു ബുദ്ധ. ചെയ്യാം കളിക്കാം. അങ്ങനെ ലാസ്റ്റ് ഇതാണ്ട് ഒരു പീസ് കൊടുത്തപ്പോൾ ആൾ അംഗീകരിച്ച് കേട്ടോ. നേരെ പോയി കൈയൊക്കെ കഴുകി വൃത്തിയായി കേട്ടോ. അമ്പാടിപ്പൊന്നിന് ഏതാണ്ട് പറയണമെന്ന്. എന്തുവാടാ നിനക്ക് പറയേണ്ടത്? അവൻ കുറച്ച് ദിവസം കൊണ്ട് എന്നോട് യുനോ ചോദിക്കുവാണേ. യുനോ കാർഡ്, പോക്കിമോൻ കാർഡ് എത്ര എണ്ണം ഉണ്ടടാ? പോക്കിമോൻ കാർഡ് 197. പിന്നെ 200. അത്രയും കണ്ടായി കേട്ടോ. ഇപ്പം അതിൻ്റെ ഇത് ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ അവന് യൂനോ കാർഡ് വേണമെന്നും പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ചെയ്ത് കൊടുത്തത്. എന്തിനായിരുന്നു? എന്തുവായിരുന്നടാ? എഴുതി കാണിച്ചേനാന്ന് തോന്നുന്നല്ലേ. എന്തിനോ അവൻ എന്നോട് പറഞ്ഞു ഞാനിത് എഴുതി കാണിക്കുവാണേ അമ്മ, എനിക്ക് വാങ്ങിച്ചു തരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാർഡ് വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ആള്. ചോറുണ്ണേണ്ട സമയം.
നീ ചോറിനി എപ്പോൾ ഉണ്ണും? ഏ ചോറ് വേണ്ടേ? അതെന്താ? ഏ ബ്രെഡ് മതിയാ? സൂപ്പറാണോ? ഇനി ബ്രെഡ് ഇനി ഏത് സമയത്ത് കഴിക്കാന്? ആയാ ബ്രെഡല്ല, ചോറ് ചോറ് ചോറ്. ദൈവമേ, ആ ജാമ് മാത്രമാ വാരി തിന്നുന്നേ. ബ്രെഡ് 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 കഴിക്കേ. ഇനിയിപ്പോൾ ആ ബ്രെഡ് കഴിക്കുന്നത് കൊണ്ട് ആൾ നിന്ന് താമസിച്ച, അല്ലെങ്കിൽ തന്നെ ആൾക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കുവേ. ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ കഴിക്കാനായിട്ടിരുന്നേ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എൻ്റെ ഇത് മാത്രമാണ് കേട്ടോ. ചോറെടുത്തില്ല കേട്ടോ. ചക്ക വേവിച്ചതും ആ മീൻകറിയും ആ തലേദിവസത്തെ മുളക് ചാറുമാണേ ഞാൻ കഴിക്കുന്നത്. ആമിക്കുട്ടി ഇപ്പം ഇച്ചിരിയൊക്കെ ടി വി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതും കാണത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം ടി വി ഒക്കെ കണ്ട് ദേണ്ട ആ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ ആ ഹൈദിയുടെയാണ് കേട്ടോ കാണുന്നത്. അത് ഇച്ചിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നാക്ക് കേട്ടോ. എന്തുവാ ഇത്? എൻ്റെ പ്ലേറ്റിലെ മുള്ളെല്ലാം വേണ്ടേ. ദൈവമേ, എനിക്കറിയത്തില്ല. മുള്ളുഭ്രാന്തിയെ കണ്ടിട്ടുണ്ടോ? മതി. ആ അപ്പം അതേണ്ട കുറച്ച് നമ്മുടെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നേ. ഞാനത് കിണ്ണത്തപ്പം ആക്കിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ടന്നേരം എല്ലാവർക്കും കഴിക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കിണ്ണത്തപ്പം അത്ര അങ്ങോട്ട് റെഡിയായില്ലേ. എന്നുവെച്ചാൽ ഈ സോഫ്റ്റ് ഉണ്ടല്ലോ, ഇത്രയും പൊങ്ങി വന്നില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഓക്കെ ആയി. ഇപ്രാവശ്യം നല്ല സെറ്റായിട്ടുണ്ട്. എന്താണെന്നറിയോ, ഏത്തക്ക ഉള്ളിലെല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്താ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ദാണ്ട കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ മീൻചാറും ആ തൈരും കൂടെ കൂട്ടി ഞാൻ ആമിക്കുഞ്ഞിന് കൊടുത്തേ. അതൊരു ചടങ്ങാണല്ലോ, നിങ്ങൾക്കറിയാലോ. അത് ഞാൻ കൊടുത്തു കഴിയേണ്ട പാട്. പിന്നെ ദാണ്ട ആദ്യത്തെ പിടി വായി വെക്കുമ്പോൾ ഇതൊരു ചടങ്ങാണേ. അതാണേ മുഖത്ത് വല്ലതും പറ്റുവാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കോളുക. ടാറ്റാ ഉമ്മ കൊടുത്തേ. ആ ഉമ്മ എന്തോ? ആ ഉമ്മ. അപ്പോൾ ഒന്ന് പോയി ഗേറ്റ് അടച്ചിട്ട് വാ. ചേട്ടൻ വരുമ്പോൾ തുറക്കാം നമുക്ക്. വീടായിരുന്നു മൂക്കും കുത്തി. ആ അടച്ചോ ഓടി വാ. ഓക്കെ. എന്താ എന്താ എടുക്കാഞ്ഞേ? അയ്യോ, വാച്ചെടുക്കാഞ്ഞേനാണ് ഈ ഓടി വന്നേ. സമയം നോക്കണ. അങ്ങനെ വാച്ചും കെട്ടി ടാറ്റ പോവല്ലേ. ആ ഇനി ഒന്നുകൂടെ ഗേറ്റ് അടച്ചോ. അടച്ചോ. മാലട ആമിടെ തുറക്കണ്ട. ആമിടെ തരൂ. തുറക്കണ്ട. മേടിക്കാം മാല. ആ ചെല്ല്. വാ കൊണ്ട് വെച്ചേക്ക്. എവിടാ ചേട്ടാ സൂക്ഷിച്ച് വെക്കുന്നേ? എവിടെ വെക്കുന്നേ? ആ എന്നാ വാ വെക്കാം. കൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്ക്. ആ ടാറ്റ പോയി. ആ ഇനി ഞങ്ങൾ ചാച്ചി ഉറങ്ങാൻ പോവാണേ. നമ്മളിനി ചാച്ചി ഉറങ്ങാൻ പോവല്ലേ. ആ വാ ടാറ്റ പറ. ആ കൊണ്ടുവെക്കാം. അപ്പം അതാണ്ടേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ചുന്തരിക്കുട്ടി കേട്ടോ. ഒരുറക്കമൊക്കെ ഉറങ്ങി. എന്തുവാടി കയ്യിൽ? ചോക്കോസ്. എന്തുവാടി കയ്യിൽ? ആ സമയം കൊണ്ട് നമ്മുടെ അമ്പാടിക്കുട്ടനും വന്നിട്ടുണ്ടേ. ചോക്കോസ് കഴിക്കുന്നു. ആമിക്കുട്ടിക്ക് അല്ലാതെ ഇങ്ങനെ കറുമുറാന്നിരിക്കുന്നേ ഇഷ്ടം. പോവാണോ പുറകെ പിടിച്ചോണ്ട്? എവിടെ പോവാ? വാ ഇനി മുടിയൊക്കെ കെട്ടണം. ടാറ്റ പോവണ്ടേ നമുക്ക്? ആ ചേച്ചിയുടെ അടുത്ത് പോവാ. ടാറ്റ പറ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് അമ്പാടിക്കുട്ടനും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ജയശേട്ടൻ പറഞ്ഞത്, അമ്പാടിമോൻ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വേണ്ട വീട് വരെ പോകണം. ജയശേട്ടൻ എന്തോ ഒരു ഫയൽ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ട് ജയശേട്ടൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ ഞങ്ങൾ വൈകിട്ട്. അപ്പോൾ അമ്പാടിക്കുട്ടനാണെങ്കിൽ ഇന്നലത്തേതും ഇന്നത്തെയും കൂടെ കൂട്ടി കുറച്ച് പഠിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അമ്പാടിമോൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. അപ്പോൾ അജിയമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ബൈക്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയേ.
പെട്ടെന്നുള്ള തീരുമാനമായിരുന്നേ. മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ ചതിക്കുമല്ലോ, അതുകൊണ്ട് നിന്ന നിപ്പിൽ തന്നെ ഓടുമായിരുന്നേ. ആമിക്കുട്ടി ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഡ്രസ്സും കൂടെ മാറിയിട്ടാണ് പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലും കൂടെ കയറിയിട്ടാണ് വന്നത്. അങ്ങനെ ഇരുട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ആ വീഡിയോസ് പിന്നെ അതിന് ശേഷമുള്ളതൊന്നും എടുത്തില്ലേ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാല് ഞാൻ കാച്ചി കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും താമസിക്കുമെന്ന് പറഞ്ഞില്ലേ. വന്നപ്പോഴത്തേക്കിനും 8 മണി 8:15 ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ കുറുക്കും കാച്ചി കൊടുത്തിട്ടാണ് കിടന്നതേ. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് ധൃതിയായിപ്പോയി കേട്ടോ. ആൾ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ എന്നാൽ ആഹാരം കുറച്ചേ കഴിക്കത്തുള്ളൂ, എന്നാൽ അത് ഞങ്ങൾക്ക് സമയത്തിന് വേണം താനും. അങ്ങനെ പിന്നെ വന്നതേ കുറുക്കും കൂടി കഴിഞ്ഞ് ഞങ്ങൾ മേലും കഴുകി ഡ്രസ്സും എല്ലാം മാറി നടക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ രാത്രി കട്ടിലെ പിന്നെ കുറച്ച് അതിക്രമമൊക്കെ ഞങ്ങൾ കാണിക്കുവേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി കൊച്ചൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.